തൊഴിൽ ശക്തിയിൽ വലിയ വളർച്ചയുണ്ടായതായി ലിങ്ക്ഡ്ഇൻ ടാലന്റ് ഇൻഡെക്സിന്റെ റിപ്പോർട്ട് വരികയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ പ്രൊഫഷണൽ ടാലന്റ് 172% വളർച്ച കൈവരിച്ചു. ഈ വളർച്ചയിലൂടെ കേരളം രാജ്യത്തെ 9ാമത്തെ വലിയ തൊഴിൽ ശക്തിയുള്ള സംസ്ഥാനമായി മാറുകയും ചെയ്തു. സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് വേദിയിൽ പുറത്തിറക്കിയ ലിങ്ക്ഡ്ഇൻ ടാലന്റ് ഇൻസൈറ്റ് റിപ്പോർട്ടിലാണ് കേരളം നൈപുണ്യ വികസന വളർച്ചയുടെ പാതയിലാണെന്ന് വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ തൊഴിൽ മേഖല 40%വും കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രൊഫഷണലുകളും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അക്കൗണ്ടന്റ്, അധ്യാപകൻ എന്നീ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ 37% വനിതകളാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ദേശീയ ശരാശരി 30%-നെ അപേക്ഷിച്ച് കൂടുതലാണിത്. Kerala citizens have become members of LinkedIn at a faster rate than any other state in India. In fact, over the last 5 years, members from the state of Kerala have increased by 170%. And learners in Kerala have more than doubled in the last 2 years. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായും ഗൾഫ് മേഖലകളിൽ നിന്ന് സ്കിൽഡ് പ്രൊഫഷണലുകൾ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നുവെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ. UAEയിൽ നിന്ന് മാത്രം 52% പേർ തിരിച്ചെത്തിയതായി കണ്ടെത്തലുണ്ട്. ബിസിനസ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, സംരംഭകത്വം എന്നീ മേഖലകളിൽ അനുഭവ സമ്പത്തുള്ളവരാണ് ഇത്തരത്തിൽ തിരിച്ചെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര കുടിയേറ്റവും കേരളത്തിലെ ഇന്നൊവേഷൻ, ടെക്നോളജി മേഖലകൾക്ക് പുതിയ ശക്തി പകരുന്നതായും റിപ്പോർട്ട് പറയുന്നു. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, നോളജ് ഇക്കോണമി മിഷൻ തുടങ്ങിയ പദ്ധതികളിലൂടെ സംസ്ഥാനത്ത് നൈപുണ്യ വികസനത്തിന് വലിയ ഊന്നൽ ലഭിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ അനാലിസിസ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് തുടങ്ങിയ മേഖലകളിലെ ഡിജിറ്റൽ പ്രൊഫഷണൽ പരിശീലനങ്ങളിൽ പങ്കാളിത്തമിരട്ടിയായി. ഓട്ടോമേഷൻ, അഡ്വാൻസ്ഡ് അനാലിറ്റിക്സ് എന്നീ മേഖലകളിൽ സംസ്ഥാനത്ത് ഇനിയും വലിയ സാധ്യതകളുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സ്കിൽ കേരള സമ്മിറ്റിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തത്. ന്യൂസ് മലയാളം, കൊച്ചി.